വാഴക്കാട് ഗ്രാമപഞ്ചായത്ത് ആയുഷ് യുനാനി ഡിസ്പെൻസറി കെട്ടിടം ഉദ്ഘാടനം ചെയ്തു. വാഴക്കാട് ഗ്രാമപഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി വട്ടപ്പാറ 12-ാം വാർഡിലെ എടവണ്ണപ്പാറ ബസ് സ്റ്റാൻഡിന് പിറകിലായി നിർമ്മിച്ച ആയുഷ് യുനാനി കെട്ടിടം വാഴക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് MK നൌഷാദ് ഉദ്ഘാടനം ചെയ്തു. സാമൂഹ്യ പ്രവർത്തകൻ അൽജമാൽ നാസർ സൗജന്യമായി നൽകിയ സ്ഥലത്താണ് കെട്ടിടം നിർമ്മിച്ചത്. വാഴക്കാട് പഞ്ചായത്തിലെ ഗവൺമെന്റ് യുനാനി ഹോസ്പിറ്റൽ വർഷങ്ങളായി വാടക കെട്ടിടത്തിലായിരുന്നു. ബസ് സ്റ്റാൻഡിലെ 1-ാം നിലയിലേക്ക് രോഗികൾക്കും പ്രായമായവർക്കും മറ്റും എത്തിച്ചേരുക പ്രയാസമായിരുന്നു. ദുരിതാവസ്ഥ കണ്ട അൽജമാൽ നാസർ ഹാജറുമ്മ ടീച്ചറുടെ ഭരണകാലത്താണ് പഞ്ചായത്തിന് സ്ഥലം വിട്ടു നൽകിയത്. തുടർന്ന് വന്ന ഭരണസമിതി ഫണ്ട് അനുവദിച്ചാണ് ഇപ്പോൾ കെട്ടിട നിർമ്മാണം പൂർത്തിയാക്കിയത്. കഴിഞ്ഞ ഭരണസമിതിയിൽ അന്ന് അബ്ദുറഹ്മാൻ മാഷും സക്രിയും അതുപോലെ ഹാജറുമ്മ ടീച്ചറും ഒക്കെ നിലവിലുള്ള ആ കാലഘട്ടത്തിൽ ഇവിടെ ഒരു യുനാനി ഡിസ്പെൻസറി ഹോസ്പിറ്റലിന് സ്ഥലം വേണമെന്നുള്ള അപേക്ഷയായിട്ട് എൻ്റെ അടുത്ത് വന്നു. അപ്പോൾ ഇവിടെ നിലവിലുള്ള യുനാനി ഡിസ്പെൻസറി ബസ് സ്റ്റാൻഡിൽ ഒരു നില മേലെയാണുള്ളത്. അപ്പോൾ രോഗികൾക്ക് അങ്ങോട്ട് കയറി പോകാനും മറ്റുമൊക്കെ വളരെ പ്രയാസമാണ്. അപ്പോൾ അതിന് സ്ഥലം എന്നോട് വിട്ടു തരുമോ എന്നുള്ളത് അന്ന് അവർ ചോദിച്ചപ്പോൾ ഞാൻ വിട്ടു തരാമെന്ന് പറയുകയും അതിന് ശേഷം പുതിയ ഭരണസമിതി വന്നതിന് ശേഷം അതിൻ്റെ പണി ഏകദേശം പൂർത്തിയാക്കുകയും ചെയ്തു. അത് ഈ പ്രദേശത്തുള്ള മുഴുവൻ രോഗികൾക്കും വലിയൊരു കാര്യമായിട്ടാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം സമൂഹത്തിൽ ഇന്നത്തെ ഒരുപാട് രോഗികളാണ് ഇന്നത്തെ കാലത്ത് കൂടുതലും നമ്മുടെ നാട്ടിൽ ഉള്ളത്. അവർക്കൊക്കെ വളരെ സൗകര്യപ്രദമായ രൂപത്തിൽ വന്ന് ഡോക്ടറെ കാണിക്കാനും ചികിത്സ നേടാനും എല്ലാം സാധിക്കത്ത വിധത്തിലാണ് സൗകര്യപ്പെടുത്തിയത്. വാഴക്കാട് ഗ്രാമപഞ്ചായത്തിൻ്റെ ചുമതലയിലുള്ള യുനാനി ഹോസ്പിറ്റലിലെ പുതിയ കെട്ടിടം ഇവിടെ യാഥാർത്ഥ്യമായിരിക്കുകയാണ്. ഈ പഞ്ചായത്തിലെ ഭരണസമിതി അംഗങ്ങൾക്ക് ഞങ്ങൾക്കെല്ലാവർക്കും വളരെയധികം സന്തോഷമുണ്ട്. നമുക്കറിയാം, ദിനംപ്രതി ഒട്ടേറെ രോഗികൾ ആശ്രയിക്കുന്ന ഒരു ആതുരാലയമാണ് വാഴക്കാട്ടെ യുനാനി ഹോസ്പിറ്റൽ. ആ രോഗികളെ സംബന്ധിച്ചിടത്തോളം ഏറെ ആശ്വാസമാകുന്ന ഒന്നാണ് ഈ കെട്ടിടം. സ്വന്തമായി ഇത് നിലവിൽ വാടക കെട്ടിടത്തിൽ, അതുപോലെ തന്നെ നേരത്തെ പഞ്ചായത്തിൻ്റെ ഉടമസ്ഥതയിലുള്ള ബസ് സ്റ്റാൻഡിനോട് ചേർന്നുമൊക്കെ പ്രവർത്തിച്ചിരുന്ന ഈ ആതുരാലയം ഇനി സ്വന്തമായി ഒരു കെട്ടിടത്തിലേക്ക് മാറുമ്പോൾ അതിൻ്റെ ഗുണം ഇവിടുത്തെ രോഗികൾക്കും അതോടൊപ്പം തന്നെ ഈ ആതുരാലയത്തെ ഏതൊക്കെ നിലയിൽ ആശ്രയിക്കുന്നോ അവർക്കെല്ലാവർക്കും വലിയ നിലയിൽ ലഭിക്കാൻ പോവുകയാണ്. സ്ഥലം സൗജന്യമായി നമുക്ക് നൽകിയത് പ്രിയപ്പെട്ട അൽജമാൽ നാസർ സാഹിബാണ്. അദ്ദേഹത്തിൻ്റെ ഒരു മഹാമനസ്കതയുടെ ഒട്ടേറെ കാര്യങ്ങൾ ജീവകാരുണ്യ പ്രവർത്തന രംഗത്ത് നിറഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തിത്വത്തിനുടമയാണ് അൽജമാൽ നാസർ. അൽജമാൽ നാസറിൻ്റെ ഒരു സേവന സന്നദ്ധതയുടെ ഉദാര മനസ്കതയുടെയൊക്കെ അടയാളമായി എല്ലാ കാലത്തും നിലനിൽക്കുന്ന ഒന്നായി ഈ യുനാനി കെട്ടിടം മാറുമെന്നുള്ളതിൽ തർക്കമില്ല. കാരണം പഞ്ചായത്തിന് ഇത്തരത്തിൽ മെമ്പറായി തിരഞ്ഞെടുക്കപ്പെട്ട ശേഷം ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയായ ചെയർമാനായ കാലത്താണ് ഇതാദ്യമായിട്ട് മുൻ ഭരണസമിതി ജയ്സനിലൊക്കെയുള്ള ഭരണസമിതിയുടെ കാലത്ത് സൗജന്യമായി ജമാൽ അബ്ദുൽ നാസർ യുനാനി ഡിസ്പെൻസറി നിർമ്മിക്കാൻ സ്ഥലം തരുകയും അവിടെ നമ്മൾ ഇത്തരത്തിലുള്ള കെട്ടിടം നിർമ്മിക്കാൻ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായി തീരുമാനമെടുക്കുകയും അത് കഴിഞ്ഞ് പ്രസിഡൻ്റായ നിലയിൽ തന്നെ ഇതിന് വലിയൊരു ഫണ്ട്, അതിന് പ്രത്യേകിച്ച് ഞാൻ അന്നത്തെ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനോട് ഹൃദയം നിറഞ്ഞ നന്ദി കടപ്പാട്. അദ്ദേഹം അതിനൊക്കെ വലിയൊരു സൗകര്യം ചെയ്തു തന്നിട്ട്, അതുപോലെ തന്നെ അയ്യപ്പൻകുട്ടിയും ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ്, അതുപോലെ അന്നത്തെ വൈസ് പ്രസിഡന്റ് ഷെരീഫ, അതുപോലെ തന്നെ ഇപ്പോഴത്തെ വൈസ് എമീന, എല്ലാവരുടെയും പിന്തുണ, അതുപോലെ പ്രസിഡന്റ് അടക്കമുള്ളവരുടെ പിന്തുണയോടുകൂടിയാണ് ഇത് നിലയിൽ. ഇനി വലിയ സൗകര്യങ്ങൾ ഇവിടെ ഏർപ്പെടുത്തുന്നുണ്ട്. ഇതിന് കുറച്ച് സ്ഥലം ഇപ്പോൾ വീണ്ടും പോരാ എന്നവും ജമാൽ അബ്ദുൽ നാസർ ഇതിന് വീണ്ടും സ്ഥലം നിന്നിട്ട് അതിൻ്റെ ആധാരം ബഹുമാന്യനായ പ്രസിഡന്റ് നിന്ന് ഏൽപ്പിക്കും. ഇതിൻ്റെ ഇലക്ട്രിക് പരിപാടികൾ, അതുപോലെ തന്നെ കൗണ്ടർ പരിപാടികളൊക്കെ ഇതിൽ വെച്ചിട്ടുണ്ട്. അത് പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഒരു ഭരണസമിതിയുടെ തുടക്കം മുതൽ കുറിച്ച് അവസാനം വെക്കുമ്പോൾ ഇത്തരം പദ്ധതി ഒരുപാട് പ്രയാസം അനുഭവിച്ചിട്ടുണ്ട്. അപ്പോൾ
എടവണ്ണപ്പാറയുടെ കണ്ണായ സ്ഥലത്തെ പൊതുകിണറിനും പള്ളിക്കും മറ്റു സ്ഥാപനങ്ങൾക്കും അൽജമാൽ സ്ഥലം വിട്ടു നൽകി മാതൃകയായിട്ടുണ്ട്. ഗ്രാമപഞ്ചായത്ത് മെമ്പർ CV സക്കറിയ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷെമീന സലീം, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ റഫീഖ് അഫ്സൽ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആയിഷ മാരാത്ത്, ബ്ലോക്ക് മെമ്പർ P. അബൂബക്കർ, പഞ്ചായത്ത് മെമ്പർമാരായ മലയിൽ അബ്ദുറഹിമാൻ മാസ്റ്റർ, തറമൽ അയ്യപ്പൻകുട്ടി, ബഷീർ മാസ്റ്റർ, മുജീബ് മാസ്റ്റർ, ജയ്സൽ എളമരം, സിദ്ദീഖ് മാസ്റ്റർ, M. മാധവൻ, സഹകരണ ബാങ്ക് പ്രസിഡന്റ് CK ലത്തീഫ്, ജമാൽ, അബ്ദുൽ നാസർ, NH അലി, മുജീബ് റഹ്മാൻ വിളക്കണ്ടത്തിൽ, ഹാരിഷ് വട്ടപ്പാറ, VK ആലി എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ ആയുഷ് യുനാനി ഡിസ്പെൻസറി കെട്ടിടം നിർമ്മിക്കാൻ സ്ഥലം സൗജന്യമായി നൽകിയ അൽജമാൽ അബ്ദുൽ നാസറിന് ഗ്രാമപഞ്ചായത്തിന്റെ ആദരവ് നൽകി. ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി പ്രശാന്തി, ഡോക്ടർ തഹ്സിന, ഫാത്തിമ T സ്വാഗതവും സരോജിനി ഒട്ടുപാറ നന്ദിയും പറഞ്ഞു. ന്യൂസ് 10 വാഴക്കാട്. വാർത്തകൾ നേരത്തെ അറിയാൻ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യൂ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.